എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല നാടൻ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള 3 തരം കറികളുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ആദ്യം നേന്ത്രക്കായയും കൂർക്കയും കൂടെ ചേർത്ത് തയ്യാറാക്കിയിട്ടുള്ള അവിയലാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ അവിയൽ തയ്യാറാക്കുന്നതിന് വേണ്ടി 3 നേന്ത്രക്കായ എടുത്തിട്ടുണ്ട്. ഒരുപാട് മൂത്ത് പോകാത്ത നേന്ത്രക്കായ നോക്കി വേണം ഇതെടുക്കാൻ. അതുപോലെ തന്നെ കുറച്ച് കൂർക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് തോല് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. ഇപ്പോൾ ദാ ഇത് രണ്ടും തോലൊക്കെ കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ അവിയലിനൊക്കെ അരിയുന്നത് കുറച്ച് നീളത്തിലാണല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ ഇതിനെ ഒന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ ഒരു നേന്ത്രക്കായ എടുത്ത് 4ആയിട്ട് ഈ ഒരു രീതിയിലൊന്ന് മുറിച്ചെടുക്കാം. പിന്നീട് വളരെ കനം കുറച്ച് നമുക്ക് അവിയലിന് അരിഞ്ഞെടുക്കാം. ഈ ഒരു രീതിയിൽ 4ആയിട്ട് മുറിച്ചതിന് ശേഷം ഓരോ കഷ്ണങ്ങളും എടുത്ത് കനം കുറച്ച് ഇതേപോലെ നീളത്തിലൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ എടുത്ത് വെച്ചിരുന്ന നേന്ത്രക്കായ എല്ലാം മുറിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി അതിനെ മുറിച്ചെടുത്തതിന് ശേഷം കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം തോല് കളഞ്ഞ് വെച്ചിരിക്കുന്ന കൂർക്കയും ഇതേപോലെ നീളത്തിലൊന്ന് മുറിച്ചെടുക്കണം. അതും കനം കുറച്ച് വേണം അരിഞ്ഞെടുക്കാൻ. അപ്പോൾ അത് ഈ ഒരു രീതിയിൽ എടുത്ത് വെച്ചിരിക്കുന്ന കൂർക്കയും ഒന്ന് അരിഞ്ഞെടുക്കാം. കൂർക്കയൊക്കെ വൃത്തിയാക്കി എടുക്കാൻ തോല് കളയുന്നതിന് മുന്നേ തന്നെ കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചിരുന്നാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ തോല് ഇളകി കിട്ടും. അപ്പോൾ അത് ഈ ഒരു രീതിയിൽ എടുത്ത് വെച്ചിരുന്ന കൂർക്കയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് പിന്നെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വീണ്ടും എല്ലാം കൂടി നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. 2-3 തവണ ഇനി ഒന്ന് കഴുകിയെടുക്കണം. കഴുകിയതിന് ശേഷം അവിയൽ വയ്ക്കാനുള്ള ചട്ടിയിലേക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ അതെല്ലാം ചട്ടിയിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. നാടൻ രീതിയിലുള്ള കറികളൊക്കെ വയ്ക്കുമ്പോൾ എപ്പോഴും ചട്ടിയിൽ വയ്ക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. കഷ്ണങ്ങൾ മുങ്ങിക്കിടക്കാൻ പരുവത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ആ പൊടി ചേർത്ത് കൊടുത്തത് നന്നായിട്ട് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്ത് കിട്ടണം. ആ ഒരു രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ചട്ടി മൂടി വെച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കാം. അത് വേകാൻ വെച്ചതിന് ശേഷം അരപ്പ് തയ്യാറാക്കാം. അരപ്പിന് വേണ്ടി ഇത് ആവശ്യമുള്ള തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് എരിവിന് ആവശ്യമുള്ള മുളക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം. ഈ ഒരു പരുവത്തിലൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഇനി കഷ്ണങ്ങളൊന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോഴേക്കൊരു പകുതി വേവായിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇനി നമുക്ക് അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അരപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മുകൾ വശം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. ഇനി കഷ്ണങ്ങളും അരപ്പൊക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. ഈ ഒരു രീതിയിൽ നല്ലതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ചട്ടി മൂടി വെച്ച് ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കി കൊടുക്കാം. ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ഇളക്കിയതിന് ശേഷം വീണ്ടും ഒന്നുകൂടി ഒന്ന് 2 മിനിറ്റോളം അടുപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഫ്ലെയിം സിമ്മിലാക്കി കൊടുക്കണം. മൂടി വെച്ചതിന് ശേഷം ഇതേപോലെ തുറന്ന് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അവിയൽ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഇത്രയും ലൂസായിട്ടിരിക്കുന്ന സമയത്ത് വേണം നമുക്ക് അവിയൽ അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാൻ. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം. ഈ സമയമാകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നേന്ത്രക്കായും കൂർക്കയും കൊണ്ട് ഈ ഒരു അവിയൽ എങ്ങനെയെന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ. നേന്ത്രക്കായ ആയതുകൊണ്ട് തന്നെ അവിയൽ കുറച്ച് ലൂസായിട്ടിരിക്കുന്ന സമയത്ത് ഇറക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ടിയായി പോകും. അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ ഇറക്കി കൊടുക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു അവിയൽ എങ്ങനെയെന്ന് തയ്യാറാക്കി നോക്കൂ. അടുത്തത് ചക്കക്കുരുവും പുളിച്ചിക്കയും ഉണക്കമീനിട്ടൊരു അവിയലാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി കുറച്ച് ചക്കക്കുരുവും പുളിഞ്ചിക്കയും 2 ഉണക്കമീനും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇനി നമുക്കൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. എല്ലാം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഈ ഒരു വലിപ്പത്തിൽ എല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ചക്കക്കുരുവും പുളിഞ്ചിക്കയൊക്കെ നമ്മൾ തോരൻ വയ്ക്കുന്ന ഒരു വലിപ്പത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇനി ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് കഴുകി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കക്കുരു ആദ്യം ഇട്ട് കൊടുക്കാം.
പിന്നീട് അത് വേകാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് ആ ചക്കക്കുരുവിന് വേണ്ടി മാത്രമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ചക്കക്കുരു നന്നായി വേകുന്ന സമയം കൊണ്ട് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കാം. അതിനുവേണ്ടി അരക്കപ്പ് തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് അതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും 1/4 ടീസ്പൂൺ ജീരകവും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ അത് വേകാൻ വെച്ചിരുന്ന ചക്കക്കുരു നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഉൾവശം നല്ല തിക്കായിട്ടുള്ള ചക്കക്കുരു ആയിരുന്നു. നല്ല ടേസ്റ്റാണ് ഈ സൈസ് ചക്കക്കുരു വെച്ചതുപോലെ തോരൻ വെക്കുമ്പോൾ. ഇനി കഴുകി വൃത്തിയാക്കി വെച്ച ഉണക്കമ്മീൻ്റെ മുള്ളൊക്കെ എടുത്ത് കളഞ്ഞതാണ് ഇത്. ഇനി ചെറുതായിട്ട് ഇതിലേക്കൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഉണക്കമീൻ എടുക്കുമ്പോൾ ഉണക്ക മത്തിയാണ് ഏറ്റവും നല്ലത്. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന പുളിഞ്ചിക്കയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് മുകൾ വശം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ പുളിഞ്ചിക്കയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് ആവി കയറി അരപ്പെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ പുളിഞ്ചിക്കയും ചക്കക്കുരുവൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി ചെറുതായിട്ടൊന്ന് ഉടഞ്ഞു വരുന്ന പരുവം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് സമയം ഇതേപോലെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ പുളിഞ്ചിക്കയുടെ പുളിയൊക്കെ ഈ ചക്കക്കുരുവിലേക്ക് പിടിച്ച് നല്ലൊരു സ്വാദായിരിക്കും. ഇത് ഭയങ്കര ടേസ്റ്റുള്ളൊരു തോരനാണ്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്, സൂപ്പർ ടേസ്റ്റുമാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഈ ഒരു അവിയലുണ്ടെങ്കിൽ പിന്നെ വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. അടുത്തത് ഉരുളക്കിഴങ്ങ് കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ളൊരു മെഴുക്ക് പുരട്ടിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ മെഴുക്ക് പുരട്ടി തയ്യാറാക്കുന്നതിന് വേണ്ടി 3 ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് അരിഞ്ഞെടുക്കണം. ആദ്യം നമുക്ക് ഓരോ ഉരുളക്കിഴങ്ങും ഇങ്ങനെയൊന്ന് സ്ലൈസ് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതിനെ എല്ലാം കൂടി അടുക്കി വെച്ചിട്ട് നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നത് കൊണ്ട് തന്നെ ഒരേ വലിപ്പത്തിൽ ഉരുളക്കിഴങ്ങ് റെഡിയായി കിട്ടും. അപ്പോൾ ഇതേപോലെ കൂട്ടി വെച്ചതിന് ശേഷം ഇനി ഇതേപോലെ ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുക്കാം. അപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് 3ഉം ഈ ഒരു രീതിയിൽ മുഴുവനായിട്ട് അരിഞ്ഞെടുക്കാം. ഇത് നമുക്ക് ഉരുളക്കിഴങ്ങ് സാധാ മെഴുക്ക് പുരട്ടിയല്ല, ഇത് കുറേ സാധനങ്ങളൊക്കെ വറുത്ത് പൊടിച്ചിട്ട് മെഴുക്ക് പുരട്ടി തയ്യാറാക്കി എടുക്കുന്നതാണ്. ഒരു സ്പെഷ്യൽ മെഴുക്ക് പുരട്ടിയാണ്. അപ്പം ഈ ഒരു രീതിയിൽ എല്ലാം അരിഞ്ഞെടുത്ത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇതാ എടുത്ത് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് വേവിക്കാനുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് വേകാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഉരുളക്കിഴങ്ങിന് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തൊന്ന് വേവിച്ചെടുക്കണം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പാത്രം ഒന്ന് മൂടി വെച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് വറുക്കാനുള്ളതെല്ലാം വറുത്തെടുക്കാം. അപ്പോൾ അത് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ അളവിൽ ഉഴുന്നിട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ജീരകവും 4-5 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഫ്ലെയിം ഒരു മീഡിയത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷം വറുത്തെടുക്കാം. ഒരുപാട് കരിഞ്ഞു പോകരുത്. നന്നായിട്ടൊന്ന് കളർ മാറി വരുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതേപോലെ ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 കപ്പോളം തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി തേങ്ങ മൂത്ത് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ തേങ്ങ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. എണ്ണ ഒഴിച്ച് വറുക്കുന്നത് കൊണ്ട് തന്നെ തേങ്ങ പെട്ടെന്ന് മൂത്ത് കിട്ടും. നന്നായിട്ടൊരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റാം. നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. തണുത്തിട്ട് വേണം ഇതൊന്ന് പൊടിച്ചെടുക്കാൻ. അപ്പോഴേക്കും അടുപ്പിൽ വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിന് വെള്ളം വാർത്ത് കളഞ്ഞതിന് ശേഷം മാറ്റി വയ്ക്കാം. ഇനി അതേ പാനിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം.
മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുത്ത് അതും വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സവാളയാണ്. ഒരു പകുതി സവാള നന്നായിട്ട് കനം കുറച്ചരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ വലിയ സവാളയുടെ പകുതിയാണ് ചേർത്തിരിക്കുന്നത്. ചെറുതാണെങ്കിൽ ഒരു സവാള ചേർത്ത് കൊടുത്തോളൂ. അപ്പോൾ സവാള നന്നായിട്ട് ഇനി ഒന്ന് വഴണ്ട് വരണം. അത്രയും സമയം നമുക്കിതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ സവാള ഏകദേശമൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഇനി കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ചേർത്ത കുരുമുളക് പൊടിയും കൂടി നല്ലതുപോലെ ഒന്ന് മൂത്ത് കിട്ടണം. ആ ഒരു സമയം അത്രയും നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം മസാലയും ഉരുളക്കിഴങ്ങും എല്ലാം നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. അപ്പോൾ ആ ഒരു രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാ ഉരുളക്കിഴങ്ങും മസാലയൊക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നേരത്തെ നമ്മൾ വറുത്തത് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ പൊടിച്ചെടുത്തത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം മസാലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഈ പൊടിച്ചതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി. എന്തെങ്കിലുമൊക്കെ നനവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഡ്രൈ ആക്കി എടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ് ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി ഇങ്ങനെ തയ്യാറാക്കിയാൽ. അപ്പം ഉപ്പ് നോക്കുമ്പോൾ ചെറുതായിട്ട് കുറവുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഫ്ലെയിം ഓഫ് ചെയ്ത് ഇനി അടുപ്പിൽ നിന്ന് മാറ്റാം. ഇതാ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.